ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഭരണി നക്ഷത്രക്കാരുടെ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. ഈ പൊതുവായ ഫലത്തിലേക്ക് വരാം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ്. നല്ല ലാഭത്തിൽ തന്നെ നിങ്ങളുടെ ബിസിനസ്സൊക്കെ മുന്നേറുന്നതാണ്. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്നൊരു സമയമാണ്. ഇതുവരെ ഉണ്ടായിരുന്നൊരു സ്വരച്ചേർച്ചയില്ലായ്മ, ഒരു ചേർച്ചയില്ലായ്മയൊക്കെ കുടുംബത്തിൽ നിന്ന് മാറി കുടുംബ അന്തരീക്ഷം സന്തോഷകരമായി മാറുന്ന ഒരു സമയമാണ്. എന്നാൽ നിങ്ങൾ മത്സര പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധയോടെ വേണം ചെയ്യാനായിട്ട്. ഒരു വിധത്തിൽ അലസതയോടെ ചെയ്താൽ അത് നിങ്ങൾക്ക് ദുഃഖങ്ങൾ സമ്മാനിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മത്സരങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർ വളരെയധികം സൂക്ഷിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മളൊന്ന് ഹോംവർക്കൊക്കെ ചെയ്തിട്ട് മാത്രമേ അതിന് അറ്റൻഡ് ചെയ്യാവൂ. പൊതുരംഗത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് രാഷ്ട്രീയക്കാരൊക്കെ ഒന്ന് കരുതിയിരിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആരോപണങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സിലൊക്കെ നിങ്ങൾ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഈ 2 മാസത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പിന്മാറി നിൽക്കുന്നത് നല്ല കാര്യമായിരിക്കും. നിങ്ങളെ സമൂഹം ഒറ്റപ്പെടുത്തുന്നു എന്ന ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഈ സദാസമയവും. സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മറ്റ് അടുത്തുള്ള ഫാമിലീസൊക്കെ ആണെങ്കിലും നിങ്ങളെ ചില കാര്യങ്ങളിൽ നിന്നൊക്കെ ചില ഫംഗ്ഷനിലൊക്കെ വിളിക്കാതിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് വിഷ് ചെയ്താലും ഇങ്ങോട്ട് അവർ ഒരു നെഗറ്റീവ്സ് എന്നുള്ള ലെവലിലൊക്കെ അത് കണ്ടില്ല എന്ന് വെക്കുക എന്നുള്ള ലെവലിലൊക്കെ പോകും. അപ്പോൾ നിങ്ങൾക്കത് മനോദുഃഖമൊക്കെ ഉണ്ടാക്കും. പൊതുവേ നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ്. അങ്ങനൊരു അവസ്ഥയുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ പിരിമുറുക്കമൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യങ്ങളൊക്കെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്താലും അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു തീർക്കുന്ന സമയമാണ്. അങ്ങനെ ചില സന്തോഷം ആ കാര്യത്തിലൊക്കെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ മുൻ കടങ്ങളൊക്കെ കൊടുത്ത് തീർക്കുന്ന ഒരു സമയമാണ്. കുറച്ച് നാളായിട്ടുള്ള കടങ്ങളൊക്കെ ആദ്യം വാങ്ങിച്ചത് ആദ്യം എന്നുള്ള ലെവലിൽ നിങ്ങൾ കൊടുത്ത് തീർക്കുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജനുവരിയിലൊക്കെ ആകുമ്പോൾ സാമ്പത്തിക നില വളരെ മെച്ചപ്പെടുന്നതാണ്. അത്യാവശ്യം പോക്കറ്റിൽ കുറച്ച് കാശൊക്കെ ഉണ്ടാവുന്നൊരു സമയമാണ്. സാമ്പത്തികമായിട്ട് സാലറിയൊക്കെ ഒന്ന് കൂടി കിട്ടുന്ന സമയമാണ്. നിങ്ങൾക്ക് പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരുന്ന സമയമാണ്. ദീർഘനാളായിട്ട് വ്യവഹാരത്തിലിരുന്നവർക്കാണെങ്കിലും കോടതി വിധിയുണ്ടായിട്ട് അതൊക്കെ വന്ന് ചേരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അലസത ഒരു ശത്രുവിനെ പോലെ പിന്തുടരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എപ്പോഴും ഒരു അലസരായിട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അധികം നഷ്ടങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് സമയദോഷത്തിൻ്റെയും കൂടിയാണ്. ചെറിയൊരു അലസത അല്ലെങ്കിൽ ഒരു ക്ഷീണാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ മത്സര പരീക്ഷകളിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ പരീക്ഷാ ഹാളിൽ പോയി പഴയ കാര്യങ്ങൾ ഓർക്കാതിരിക്കുക, അതുപോലെ അല്ലെങ്കിൽ അവിടെ ക്ഷീണം കാരണം ചിലരൊക്കെ ഉറങ്ങിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നതാണ്. അത്രയ്ക്ക് അലസരായിരിക്കും നിങ്ങൾ ഈ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ജോലിയിലൊക്കെ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം. നിങ്ങൾ ധാരാളം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നൊരു സമയമാണ് ഈ ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ. ചിലരൊക്കെ ഗൃഹനിർമ്മാണം പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നതാണ്. സ്വന്തമായിട്ട് വീട് വേണമെന്നുള്ള സ്വപ്നമൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ആരംഭിക്കാനും പറ്റുന്ന സമയമാണ്. അതിന് ഗുണകരമായ സമയമാണ്. കുറേ നാളായിട്ട് അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു കുറവുണ്ടാവുന്ന സമയമാണ് ഈ ഫെബ്രുവരി മാസം ഒക്കെ ആകുമ്പോൾ. ജനുവരിയിലെ അവസാനം ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ മനസ്സിന് ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് സമൂഹത്തിലെ ഉന്നതന്മാരിൽ നിന്നൊക്കെ സഹായവും സഹകരണവും ഒക്കെ ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയമാണ് ഈ ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ. നിങ്ങൾക്ക് വ്യവഹാരങ്ങളിലൊക്കെ എന്തായാലും നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്.
എന്നാൽ നിങ്ങൾ ആക്ഷേപങ്ങളും അപവാദങ്ങളും കേൾക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ, ജനുവരി തന്നെ ഞാൻ ഈ രാഷ്ട്രീയക്കാരോടൊക്കെ ഒന്ന് പിന്മാറി നിൽക്കാനും പറഞ്ഞത്, നിങ്ങൾ ഈ ഭരണ നക്ഷത്രക്കാരാണെങ്കിൽ ആക്ഷേപത്തിനും അപവാദമൊക്കെ കേൾക്കാൻ സാധ്യതയില്ല. അപ്പം നിങ്ങൾക്കൊരു നല്ലൊരു വില നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുണ്ടാകും. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന ലെവലിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നല്ലൊരു വില ഉണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ ഇത്രയും നാളായിട്ട് ഉണ്ടാക്കിയെടുത്ത വില മുഴുവൻ പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഫെബ്രുവരി മാസമൊക്കെ വരുമ്പോൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ഒരു 2 മാസത്തേക്കൊക്കെ ഒന്ന് മാറി നിൽക്കുന്നത് നിങ്ങളുടെ ഭാവിയിലേക്ക്, നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാവിയിലേക്ക് ഗുണപ്രദമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ രാഷ്ട്രീയക്കാരൊക്കെ ഒന്ന് പിൻവലിഞ്ഞ് നിൽക്കുന്നത് നല്ലതായിരിക്കുമെന്ന്. നിങ്ങൾക്ക് സഹോദരങ്ങളിൽ നിന്നും സഹായം കൂടുതലായിട്ട് ലഭിക്കുന്ന സമയം കൂടിയാണ് ഫെബ്രുവരി മാസം. ജനുവരി ഫെബ്രുവരി മാസം നിങ്ങളെന്നാൽ കടുംപിടുത്തം കൊണ്ട് ദോഷങ്ങൾ വിളിച്ചു വരുത്താനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള ദേഷ്യം മാറ്റുക, കടുംപിടുത്തങ്ങൾ, മുൻചുണ്ടിയൊക്കെ മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷം വരുത്തി വെക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മാതാവിൻ്റെ ഗുണം കൂടുതലായിട്ട് ലഭിക്കുന്ന സമയമാണ്. മാതാവ് ഈ 2 മാസങ്ങളിൽ താങ്ങും തണലുമായി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാതാവിനോട് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മാതാവ് എപ്പോഴും മാതാവ് എപ്പോഴും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ മകനെവിടെ അല്ലെങ്കിൽ മകളെവിടെ എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും മാതാവ്. നിങ്ങളുടെ കുടുംബ പ്രശ്നം മൂലം മനസ്സെപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. ഈ ജനുവരി ഉപേക്ഷിച്ച് ഫെബ്രുവരി അവസാനമൊക്കെ ആകുമ്പോൾ കുടുംബത്തിൽ കുറച്ച് അരക്ഷിതാവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എപ്പോഴും മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് ഞാനിപ്പോഴും വീണ്ടും പറയുന്നത്, രാഷ്ട്രീയക്കാർ, അപവാദങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട അപവാദങ്ങളൊക്കെ അതിൽ കൂടുതൽ വരാം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കുടുംബത്തിലേക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ 2 മാസം കർശനമായിട്ട് പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി ഒരു ദീർഘയാത്ര പോവുകയോ അല്ലെങ്കിൽ ഭക്തിമാർഗത്തിൽ തുടർന്ന് 2 മാസം കഴിച്ചു കൂട്ടുകയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളുടെ കുടുംബ പ്രശ്നം മൂലം മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും. പിതൃക്കന്മാരെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയമാണ് ഈ ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ. അതൊക്കെ ഗുണകരമായ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്, ഗുണപ്രദമായിട്ട് വരുന്നെങ്കിലും ചില ജോലിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു രീതിയിലൊക്കെ ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ പൊതുവെ കാലം അനുകൂലമാണ്. പ്രത്യേകിച്ച് നമുക്ക് അടുത്തൊരു 2 അല്ലെങ്കിൽ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഭരണനക്ഷത്രക്കാർക്ക് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനുള്ള പ്രിക്വേഷൻസ് എടുക്കാൻ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഗുണകരമായ ഒരു സമയം ആയിട്ടിത് മാറ്റാൻ സാധിക്കുന്നതാണ്. ധനപരമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, കുടുംബത്തിൽ ഇതുവരെ അനുഭവപ്പെട്ടിരുന്ന പ്രശ്നങ്ങൾ ഒക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കടബാധ്യതയിൽ കിടന്നവർക്കൊക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. ഒക്കെ കൊണ്ട് നോക്കുമ്പോൾ മൊത്തത്തിൽ ഭരണ നക്ഷത്രക്കാർക്ക് എന്നുള്ള സമയമാണ്. എങ്കിലും എല്ലാം തികഞ്ഞൊരു സമയമില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് ഒഴിച്ചാൽ കാലാനുകൂലമാണ്. അപ്പോൾ ഈ മത്സര പരീക്ഷയിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വെള്ളിയാഴ്ച ദിവസങ്ങൾ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ചെല്ലുക, ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിക്കുക, അല്ലെങ്കിൽ മത്സര പരീക്ഷ എഴുതാൻ പോകുന്നവരാണ് വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുക, ആ ദേവിയോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക. ഇനി പുഷ്പാഞ്ജലി മറ്റു കാര്യങ്ങളൊന്നും പറ്റിയില്ല എങ്കിൽ ചുവന്ന പുഷ്പങ്ങൾ, കുറച്ച് ചെത്തിപ്പൂവോ അല്ലെങ്കിൽ അതുപോലുള്ള ചുവന്ന പുഷ്പങ്ങൾ, പൂജ കഴുകുന്ന പുഷ്പങ്ങളുമായി ചെല്ലുക. ദേവിക്ക് നടക്കിൽ വെച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദേവി നിങ്ങളോടൊപ്പം ഉണ്ടാവും. നമ്മൾ പഠിച്ച വിദ്യകൾ നമ്മുടെ വിരൽത്തുമ്പിൽ വന്നുവെങ്കിൽ, ശ്രദ്ധിച്ചിട്ടില്ലേ ഭദ്രകാളിയുടെ ചുറ്റിനും അരഞ്ഞാണം പോലെ കിടക്കുന്നത് വിരലുകളാണ് ഇട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചൊരു കാര്യം നമ്മുടെ വിരൽത്തുമ്പിലേക്ക് വരണമെങ്കിൽ, ഒരു യുദ്ധമായിക്കോട്ടെ, ഒരു മത്സര പരീക്ഷയായിക്കോട്ടെ, എല്ലാ മത്സരം തന്നെയാണ്, അതിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഭദ്രകാളിയുടെ അനുഗ്രഹം വേണം. നമ്മുടെ ഓർമ്മയിലുള്ളത് കൈവിരൽ തുമ്പിലേക്ക് വരണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം വേണം. അപ്പോൾ അതിനുവേണ്ടി അമ്മയോട് അടുത്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ബുധനാഴ്ചകളിലൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുകയും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ജനുവരി ഫെബ്രുവരി മാസം വളരെ നല്ലതായിട്ട് നിങ്ങൾക്ക് മാറുന്നതാണ്. പ്രത്യേകിച്ച് ഓരോ വഴിപാടും ഞാൻ പറയുന്നില്ല. ഭഗവാന്റെ അടുത്ത് പോവുക, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അമ്മയും ഭഗവാനൊക്കെ കൂടി കാര്യങ്ങളൊക്കെ ഒരുവിധം മുന്നോട്ടാക്കി തന്നോളും. അപ്പോൾ എല്ലാവർക്കും ഭഗവത് കാരണത്താൽ, അമ്മയുടെ കാരണത്താൽ നല്ലൊരു സമയം ഉണ്ടാകട്ടെ, നല്ലൊരു മാസമായി മാറട്ടെ ഈ ജനുവരി ഫെബ്രുവരി മാസം എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകളും. നന്ദി, നമസ്കാരം.